കൃഷ്ണ ഗുരുവായൂരപ്പ ശരണം. ഗുരുവായൂരപ്പൻ്റെ ഉച്ചപൂജ കഴിഞ്ഞു, കളഭാലങ്കാരം കഴിഞ്ഞു, നട തുറന്നു കേട്ടോ. അപ്പോൾ എല്ലാവരും വരൂ, ഗുരുവായൂരപ്പനെ തൊഴാം. ഏത് രൂപത്തിലാണ് ഇന്ന് ഭഗവാൻ നമ്മളെ കാത്തിരിക്കുന്നത് എന്ന് നോക്കാം. ആ ചതുർബാഹുവായ വിഗ്രഹത്തിൽ, ദേവകൾ പൂജിതമായ വിഗ്രഹത്തിൽ ഇന്ന് കളഭം കൊണ്ടുള്ള അലങ്കാരം ഏത് രൂപത്തിലാണ് ഇന്ന് നോക്കാനായിട്ട് നമുക്ക് പോവാം. ആദ്യം തന്നെ കിഴക്കേ നടയിലുള്ള ആ ഗണപതി ക്ഷേത്രത്തിൽ പോയിട്ട് സർവ്വവിഘ്നങ്ങളും അകറ്റിത്തരാൻ വേണ്ടി പ്രാർത്ഥിക്കാം. എന്നിട്ട് നമുക്ക് ഗുരുവായൂരപ്പനെ കാണാനായിട്ട് പോവാം. അങ്ങനെ വരുമ്പോൾ ആ ഗോപുരവാതിൽ കടന്ന് അകത്തോട്ട് പോവാം. ഇന്നിപ്പോൾ അത്യാവശ്യം നല്ല തിരക്ക് തന്നെയാണ്. വെക്കേഷനായില്ലേ, അപ്പോൾ അതിൻ്റെ തിരക്കുകളാണ്. ഇന്നിപ്പോൾ ബുധനാഴ്ചയാണ്. അത്യാവശ്യം എന്ന് പറഞ്ഞാൽ അത്യാവശ്യം നല്ല തിരക്ക് തന്നെയാണ്. എന്നിരുന്നാലും നമുക്ക് ദർശനത്തിനായിട്ട് പോവാം. അങ്ങനെ ഗോപുരവാതിൽ കടന്ന് അകത്തേക്ക് കടന്നു. ഇനി നേരെ ആ വാതിൽപ്പടി കയറുകയാണ്. ഇപ്പോൾ ഫ്ലൈ ഓവറില്ലാത്തതുകൊണ്ട് നേരെ അങ്ങനെ വിടാവുകൊണ്ടേ കുറേ ആളുകൾക്ക് അങ്ങനെ, അല്ലെങ്കിൽ വയസ്സായ ആളുകൾക്കൊക്കെ ഫ്ലൈ ഓവറൊക്കെ കയറി ഇറങ്ങി വരുമ്പോഴേക്ക് ഒരു പരുവാവും. ഇപ്പോൾ അതിനൊക്കെ ഒരു കുറച്ച് മെച്ചമാണ്, ഈ തിരക്ക് സമയം കൂടി ആവുകൊണ്ടേ. അപ്പോൾ എന്തായാലും നമ്മൾ അങ്ങനെ വരുമ്പോൾ ശ്രീലകത്തേക്ക് ഇങ്ങനെ നോക്കുമ്പോൾ പ്രകാശധാര ഇങ്ങനെ വരികയാണ്. ആ നെയ്വിളക്കിൻ്റെ, സ്വർണ്ണ വിളക്കിൻ്റെ ആ പ്രകാശമാണ് ഭഗവാന്റെ വിഗ്രഹത്തിൽ തട്ടി പ്രതിധ്വലിച്ച് ഇങ്ങനെ വരുന്നത്. അപ്പോൾ വളരെ മനോഹരമായിട്ടുള്ളൊരു കാഴ്ചയാണ്. അപ്പോൾ ഇടതുവശത്തുള്ള മേൽപ്പത്തൂരിന് ഇരുന്ന് നാരായണീൻ രചിച്ച ആ സ്ഥലം, അവിടെ നിന്ന് നോക്കിയിട്ട് മേൽപ്പത്തൂരിനെ ഒന്ന് സ്മരിക്കുക. അതുപോലെ വലതേ വശത്ത് ആദ്യത്തെ തൂണ് കാണുമ്പോൾ നരസിംഹാവതാരം കാണിച്ചു കൊടുത്ത തൂണാണെന്ന് വിചാരിച്ച് ഒന്ന് മനസ്സിൽ ആ നരസിംഹരൂപത്തെ ഒന്ന് സങ്കല്പിക്കുക, എന്നിട്ടൊന്ന് പ്രണമിക്കുക. അപ്പോൾ എന്തായി, അവിടുത്തെ 2 അനുഗ്രഹവും നമുക്ക് പ്രാപ്യമാവും. പിന്നീട് നമ്മൾ ചെയ്യാൻ പോകുന്നത് നേരെ ശ്രീലകത്തേക്ക് ഇങ്ങനെ നോക്കുകയാണ്. ശ്രീലകത്തേക്ക് നോക്കുമ്പോൾ കാൽപാദങ്ങൾ ഇങ്ങനെ കാണാണ്ട് കാൽവളകളൊക്കെ ഇട്ടിട്ടുണ്ട്. അങ്ങനെ നോക്കി വരുമ്പോൾ നല്ല മഞ്ഞ പട്ട് ഞൊറിഞ്ഞെടുത്തിട്ടുണ്ട്. അതുമാത്രമല്ല, അപ്പുറത്ത് വലിയൊരു ഉരലുണ്ട്. ഇന്ന് ഉരലിന് കെട്ടിയിട്ടുള്ള ദാമോദര സ്വരൂപത്തിലാണ് കേട്ടോ. വലിയ മഞ്ഞ കളഭം കൊണ്ടുള്ള വലിയ ഉരലാണ്, അതിൻ്റെ മുകളിലാണ് കെട്ടിയിട്ടുള്ളത്. അപ്പോൾ നല്ല രസമാണ്. ആ വികൃതിനെ അങ്ങനെ കെട്ടിയിട്ടാണ് കാര്യകാരണ സഹിതമൊക്കെ ഉള്ള കർമ്മവും എല്ലാം ചെയ്യാനായിട്ടുള്ള കാര്യമല്ലേ, എല്ലാം മായയല്ലേ. അപ്പോൾ ആ മായയിലൊരു മായ എന്ന് പറയുന്ന ദാമോദര സ്വരൂപം ആണ് ഇന്നത്തെ കളഭാലങ്കാരം. നോക്കുമ്പോൾ വളരെ മനോഹരമായിട്ടുള്ള കാഴ്ചകൾ, കൈവളകൾ കാണാണ്ട്, തോൾവളകൾ കാണാണ്ട്, നെറ്റിയിൽ നല്ലൊരു ഗോപി തിലകം വെച്ചിട്ടുണ്ട്, പീലിത്തിരിമുടി കെട്ടിയിട്ടുണ്ട്, കളഭം കൊണ്ട് ഇങ്ങനെ പീലി നന്നായിട്ട് ചാർത്തിയിട്ടുണ്ട്. അതേപോലെ മാറത്ത് നല്ലൊരു മാങ്ങാമാല ഉണ്ട്, ഒരു വളയം പോലത്തെ മാലയുണ്ട്. നല്ല രസമായിട്ടുള്ള അലങ്കാരം. കിങ്ങിണി ഇങ്ങനെ കുമ്പയോട് ചേർന്ന് ഇങ്ങനെ നിൽക്കുകയാണ്. പിന്നെ വെളുത്ത പൂവും തെച്ചിയായിട്ടുള്ള ഉണ്ടമാലകൾ 2 ഉണ്ട്. അതേമാതിരി തിരുമുടിമാലകൾ 2, വിധാനമായിട്ടൊരു 3-4 തുളസിമാലകൾ ചാർത്തിയിട്ടുണ്ട്, ഒരു താമരമാലയുണ്ട്. ഇത്രയാണ് ഇന്നത്തെ ആ കളഭാലങ്കാരം. വളരെ മനോഹരമായിട്ടുള്ള അലങ്കാരമാണ്. അപ്പോൾ എല്ലാവരും ഇപ്പോൾ ഗുരുവായൂരപ്പൻ്റെ ആ സോപാനപ്പടിയിൽ നിന്നിട്ട് നമ്മളെല്ലാവരും ശ്രീലകത്തേക്ക് നോക്കി കാഴ്ചകൾ കാണുകയാണ്, ആ ഭഗവാനെ കാണുകയാണ്. അങ്ങോട്ട് സങ്കല്പിക്കുക. അപ്പോൾ ആ ഭഗവാന്റെ അനുഗ്രഹം നമ്മളെ തേടിയെത്തും. ആ രൂപം മനസ്സിൽ അങ്ങോട്ട് ധ്യാനിക്കുക. ആ ദാമോദര സ്വരൂപം, ആ ഉരലിൽ കെട്ടിയ ബാലനായിട്ട് ഉള്ള ആ രൂപത്തെ അങ്ങോട്ട് മനസ്സിലേക്ക് ആവാഹിക്കുക, എന്നിട്ട് അങ്ങോട്ട് പ്രാർത്ഥിക്കുക. അപ്പോൾ ഗുരുവായൂരെത്തിയ പ്രതീതിയാവും കേട്ടോ. അങ്ങനെ പ്രാർത്ഥിച്ച് കഴിഞ്ഞ് നമ്മളിങ്ങനെ പതുക്കെ അഗ്നികോണിലേക്ക് നോക്കിയിട്ട് ഇറങ്ങി ബലി തൂവുന്ന അഗ്നികോണം നോക്കി തൊഴുതു. അതേപോലെ നേരെ വരുമ്പോൾ തിടപ്പള്ളി നോക്കി തൊഴാം. തിടപ്പള്ളിയിൽ ആ പ്രസാദം, ഭഗവാന് പ്രസാദം തയ്യാറാക്കുന്നതും, അതുപോലെ ഗണേശനുള്ള ഗണപതി ഹോമം തയ്യാറാക്കുന്നതൊക്കെ അവിടെയാണ്. അപ്പോൾ അവിടെ നമ്മളെന്തായാലും തൊഴണം. പിന്നീട് നമ്മളൊന്ന് തിരിഞ്ഞ് നോക്കിയാൽ ആ ചുമരിൻ്റെ മുകളിൽ ആലിലെ കണ്ണനെ കാണാം. ആ ഒരു പച്ച കളറിലിങ്ങനെ
ആലിലക്കണ്ണനെ കാണാം. അപ്പോൾ കണ്ടു തൊഴാം. പിന്നീട് സപ്തമാതാക്കളെ കണ്ടു തൊഴാം. അങ്ങനെ വരുമ്പോൾ നമ്മൾ ഗണപതിയുടെ അവിടെ വരുമ്പോൾ ഗണപതിയുടെ അവിടെ അത്യാവശ്യം ചെറുതല്ലാത്ത തിരക്കുണ്ട്. എന്നാലും അതിനൊക്കെ ഇങ്ങനെ കയറി വന്ന് ആ ഗണേശനെ ഒന്ന് നോക്കാൻ, ഒന്ന് കാണാൻ വേണ്ടി നമുക്കിങ്ങനെ ശ്രമിക്കാം. അങ്ങനെ വരുമ്പോൾ ആ വിഘ്നേശ്വരൻ്റെ ആ രൂപഭാവങ്ങളെല്ലാം ഒത്തിണങ്ങിയിട്ടുള്ള ആ ഒരു കാഴ്ചയാണ് കാണാനുള്ളത്. കദളിപ്പഴമൊക്കെ നേദ്യമായിട്ട് ചെന്നിട്ടുണ്ട്. നിറയെ പുഷ്പങ്ങൾ കൊണ്ട് അർച്ചന ചെയ്തിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും ഗണേശനെ തൊഴുതോളൂ. ഏകദന്തം മഹാകായം തപ്തകാഞ്ചന സന്നിപം ലംബോദരം വിശാലാക്ഷം വന്ദേഹം ഗണനായകം. അത് കഴിഞ്ഞ് ഇങ്ങനെ പിന്നിലേക്ക് തിരിഞ്ഞു നോക്കിയാൽ സരസ്വതി ദേവിയുടെ ഫോട്ടോ കാണാം. ആ സരസ്വതി അറയിലേക്ക് നോക്കിയിട്ട് ആ സരസ്വതി ദേവീനെ പ്രാർത്ഥിക്കുക. സരസ്വതി നമസ്തുഭ്യം വരദേ കാമരൂപിണി വിദ്യാരംഭം കരിഷ്യാമി സിദ്ധിർഭവതു മേ സദാ. അങ്ങനെ കണ്ട് തൊഴുത് നേരെ വരുമ്പോൾ ആ കോർണറിലെത്തിയാൽ ചെറിയ ഗണപതിയെ കാണാം. ഗണപതിയെ കണ്ട് തൊഴാം. അതിനുശേഷം നമ്മൾ നേരെ മത്സ്യം, കൂർമ്മം, വരാഹം, നരസിംഹം വരെയുള്ള രൂപങ്ങൾ ഓരോന്നോരോന്നായിട്ട് ആ സൈഡിൽ ഇങ്ങനെ കാണാം. അതൊക്കെ കണ്ട് തൊഴുക. പിന്നീട് ആ മേൽശാന്തിയുടെ അവിടുന്ന് പ്രസാദമൊക്കെ വാങ്ങാം. അർച്ചന പ്രസാദമൊക്കെ വാങ്ങാം. ഇനി അർച്ചന ചെയ്തില്ലെങ്കിലും പൈസ ദക്ഷിണ കൊടുത്താൽ പ്രസാദം കിട്ടും. അപ്പോൾ അതൊക്കെ വാങ്ങി ദക്ഷിണയൊക്കെ ആയിട്ട് കൊടുത്ത് നമുക്ക് തൊഴുത് പോരാം. പിന്നീട് അവിടുന്ന് മേൽശാന്തിയുടെ അപ്പുറത്തേക്ക് ചെന്നാൽ വാമന രൂപം കാണാം. പിന്നെ ഗജേന്ദ്രമോക്ഷത്തിൻ്റെ ആ ഒരു രൂപം കാണാം. അതുപോലെ ഗരുഡാരൂഢനായിട്ടുള്ള മഹാവിഷ്ണുവിനെ ഒന്ന് കണ്ടു തൊഴാം. അത് കഴിഞ്ഞാൽ അനന്തശായിയായ അനന്തപത്മനാഭസ്വാമിയെ കണ്ടു തൊഴാം. അവിടെ ധാരാളം മാലകൾ കൊണ്ട് അലങ്കരിക്കപ്പെട്ടിരിക്കുകയാണ്. താമരമാലയൊക്കെ ഉണ്ട്, വെളുത്ത പൂവും ഒക്കെ ആയിട്ട് ഇങ്ങനെ അലങ്കാരമായിട്ട്, തുളസിപ്പൂവും ഒക്കെ ആയിട്ട്. അത് കഴിഞ്ഞാൽ നമ്മൾ നേരെ ഒന്ന് ശ്രീകോവിലിൻ്റെ പുറകു വശത്തേക്ക് വന്ന് അവിടെ നിന്ന് സാഷ്ടാംഗം നമസ്കരിക്കുക. പ്രാർത്ഥിക്കാനുള്ളതൊക്കെ പ്രാർത്ഥിക്കുക. സ്ത്രീകൾ മുട്ട് കുത്തിയിട്ട് പ്രാർത്ഥിച്ചാൽ മതി. ഒരിക്കലും സാഷ്ടാംഗം നമസ്കരിക്കരുത്. അതുപോലെ പലരും ഇപ്പോൾ കണ്ടു ശയനപ്രദക്ഷിണം സ്ത്രീകൾക്ക് പറ്റില്ല കേട്ടോ. കുളിച്ച് വന്നിട്ട് ഈർണോടെ കണ്ട് അങ്ങനെ കിടന്നാണ് ഉരുളണതൊക്കെയാണ് ഇടയ്ക്ക് കാണുന്നത്. അപ്പോൾ അത് നിഷിദ്ധമാണ്. അതിന് ബദലായിട്ടാണ് ഒറ്റയടി പ്രദക്ഷിണം ഉള്ളത്. ആണുങ്ങൾക്ക് മാത്രമാണ് ശയനപ്രദക്ഷിണം അനുവദിച്ചിട്ടുള്ളൂ. അങ്ങനെ നമ്മൾ അവിടെ കണ്ട് തൊഴുതു. വീണ്ടും പുറകിലോട്ട് ഇങ്ങനെ വരുമ്പോൾ ശ്രീരാമസ്വാമി, അതേപോലെ ബലരാമൻ, അതേപോലെ പരശുരാമൻ, അങ്ങനെയുള്ള എല്ലാ വിഗ്രഹങ്ങളും കണ്ട് കണ്ണനെ കണ്ടു. പിന്നെ നേരെ മുരുകനെ കാണുകയാണ്. മുരുകൻ്റെ അവിടെ നിറയെ ഭസ്മം കൊണ്ടുള്ള അഭിഷേകം കഴിഞ്ഞിരിക്കുക. അത് കഴിഞ്ഞാൽ ഹനുമാൻ സ്വാമിയുടെ അടുത്ത് വരിക. ഹനുമാൻ സ്വാമിയുടെ അടുത്ത് നിന്ന് വലിയ താമരമാലയുണ്ട്, വെളുത്ത വെള്ളമുട്ട് പൂവ് കൊണ്ടുള്ള മാലയുണ്ട്. ഇത് നിറയെ മാലകളാട്ടോ. അപ്പോൾ ഹനുമാൻ സ്വാമീനെ കണ്ട് പ്രാർത്ഥിക്കുക, അനുഗ്രഹം വാങ്ങുക. അങ്ങനെ അത് കഴിഞ്ഞാൽ രാധാകൃഷ്ണൻ്റെ വിഗ്രഹം കാണാം. അതൊക്കെ ഒന്ന് കണ്ട് തൊഴുക. പിന്നീട് ഓവിൻ്റെ അവിടെ വന്നിട്ട് ഭഗവാനെ പ്രാർത്ഥിക്കുക. അത് കഴിഞ്ഞാൽ ഓവ് കഴിഞ്ഞാൽ പടിഞ്ഞാട്ട് ലേശം കൂടെ നടന്ന താമരക്കണ്ണനെ കാണാം. താമരക്കണ്ണനെ കണ്ട് തൊഴുക. പിന്നെ വീണ്ടും നമ്മൾ കുറച്ച് കിഴക്കോട്ട് നടന്ന ഗ്രില്ല് കാണാം. ഗ്രില്ലിനകത്തേക്ക് പോയാൽ ആ മണിക്കിണർ കാണാം. അത് കഴിഞ്ഞാൽ ആ റൂം കാണാം. ആ റൂം ആ നൃത്താറ. ഭഗവാൻ ഉണ്ണിക്കണ്ണൻ ഏത് രൂപത്തിലാണോ നൃത്തം ചെയ്യുന്നത് ആ രൂപത്തിൽ നമ്മൾ സങ്കല്പിച്ചാൽ നമ്മുടെ മനസ്സിലും ആ ചിത്രം തെളിയും. അപ്പോൾ അങ്ങനെ കാണാം. എന്നിട്ട് പ്രാർത്ഥിക്കാം. അതിനുശേഷം നമ്മൾ വടക്കേ ഭാഗത്തേക്ക് വരുമ്പോൾ കുറുവരമ്മേനെയും ഉണ്ണീനെയും അതേപോലെ കൃഷ്ണാട്ട വിഗ്രഹവും അങ്ങനെയൊക്കെ കാണാം. വാസുദേവരെയൊക്കെ കണ്ട് തൊഴുത് നേരെ വടക്കേ നടയിലൂടെ പുറത്തിറങ്ങിയ പ്രസാദ കൗണ്ടറിൽ പോയാൽ ആ ചന്ദനവും തീർത്തൊക്കെ കിട്ടും. അപ്പോൾ അതൊക്കെ വാങ്ങി തൊടാം, കുടിക്കാം. അതിനുശേഷം നമ്മൾ നേരെ എടത്തരികത്തുകാവിലെ ഭഗവതീനെ കാണാനായിട്ട് പോവുകയാണ്. ഭഗവതിയുടെ അവിടെയും അത്യാവശ്യം നല്ല തിരക്കാണ്. എന്നാലും നമുക്കതിനെ പോവാം. അങ്ങനെ ചെന്ന് നോക്കുമ്പോൾ ഇന്ന് ഇതൊക്കെ ഇങ്ങനെ ആയി വരണേ ഉള്ളൂ. ഓരോ രൂപങ്ങൾ ആയിട്ട് കണ്ണൊക്കെ എഴുതി വരികയാണ്. കണ്ണ് എഴുതിയിട്ടുണ്ട്, പൊട്ട് തൊട്ടിട്ടുണ്ട്. പിന്നെ നല്ല ഒരു പാവാട പോലത്തെ അങ്ങനത്തെ ഒരു ഉടുപ്പാണ് ഇന്നിപ്പോൾ അണിഞ്ഞിട്ടുള്ളത്. ബാക്കിയൊക്കെ ആയി വരണേ ഉള്ളൂ. അപ്പോൾ എന്തായാലും നമുക്ക് ആ ഭഗവതീനെ, അമ്മേനെ കണ്ട് പ്രാർത്ഥിക്കാം.
സർവമംഗളമാംഗല്യേ ശിവേ സർവാർത്ഥസാധികേ ശരണ്യേ ത്രയംബകേ ഗൗരി നാരായണി നമോസ്തുതേ. അങ്ങനെ അമ്മയെ കണ്ടു തൊഴുതു അനുഗ്രഹമൊക്കെ വാങ്ങി നമ്മൾ നേരെ വരുമ്പോൾ വടക്ക് പടിഞ്ഞാറേ ഭാഗത്തേക്കൊന്ന് നോക്കിയാൽ മമ്മിയൂരപ്പനെ മനസ്സിലിങ്ങനെ സ്മരിക്കുക. നമശിവായ 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 എന്നുള്ള പഞ്ചാക്ഷരി മന്ത്രം ജപിക്കുക, മമ്മിയൂരപ്പനെ സ്മരിച്ച് പ്രാർത്ഥിക്കുക. അപ്പോൾ നമ്മൾ മമ്മിയൂർ പോയ ആ അനുഗ്രഹം നമ്മളെ തേടിയെത്തും. അത് കഴിഞ്ഞ് അവിടുന്ന് പ്രദക്ഷിണമായിട്ട് വന്ന് നേരെ കൊടിമരത്തിൻ്റെ അവിടെ വന്നിട്ട് വീണ്ടും ഒരിക്കൽ കൂടി നമ്മൾ കാണുകയാണ്. ശ്രീലകത്തേക്ക് നോക്കിയിട്ട് ആ ദാമോദര സ്വരൂപം കണ്ടു തൊഴാം. എല്ലാവരും കണ്ടു തൊഴുതോളും. അത് കഴിഞ്ഞാൽ നേരെ കൂത്തമ്പലത്തിൻ്റെ അവിടെ വന്നിട്ട് പ്രാർത്ഥിക്കാം. പിന്നീട് നമ്മൾ അയ്യപ്പസ്വാമിയുടെ അടുത്ത് വരിക. അയ്യപ്പസ്വാമിയുടെ അവിടെ ഒന്നും അധികം കളഭം കൊണ്ടൊന്നും അലങ്കരിച്ചിട്ടില്ല, വെറുതെയുള്ള വിഗ്രഹത്തിലുള്ള ഒരു കാഴ്ച മാത്രമാണ്. അപ്പോൾ എല്ലാവരും കണ്ടു തൊഴുതോളും. ഭൂതനാഥ സദാനന്ദ സർവഭൂതദയാപര രക്ഷ രക്ഷ മഹാബാഹോ ശാസ്തേ സ്തുഭ്യം നമോ നമ. അങ്ങനെ ആ ഭൂതനാഥനെ കണ്ടു തൊഴുതു പ്രദക്ഷിണമായിട്ട് വന്ന് നേരെ പടിഞ്ഞാറ് നടയിലേക്ക് വരുമ്പോൾ ആ ദീപസ്തംഭത്തിലുള്ള വേണുഗോപാല സ്വരൂപം കാണാം. അതേപോലെ ഒന്ന് പിറകിലോട്ട് ഇറങ്ങി നിന്നാൽ കൊടിമരത്തിൻ്റെ മുകളിലേക്ക് നോക്കിയാൽ ആ ഗരുഡാരൂഢനായിട്ടുള്ള ആളെ കാണാം, ഗരുഡത്വച്ചനെ കാണാം. അപ്പോൾ കണ്ടു തൊഴുക, എല്ലാവരും കണ്ടു തൊഴുതോളൂ. ഇന്ന് നമ്മൾ ഗുരുവായൂരപ്പൻ്റെ ഉച്ചപൂജ കണ്ടു തൊഴുതു. എല്ലാവർക്കും ഗുരുവായൂരപ്പൻ്റെ അനുഗ്രഹം ലഭിക്കും. കൃഷ്ണായ വാസുദേവായ ഹരയേ പരമാത്മനെ പ്രണതക്ലേശനാശായ ഗോവിന്ദായ നമോ നമ. ഹരേ കൃഷ്ണ. ഗുരുവായൂരപ്പാ ശരണം.